അല്ല, CF സാറും പേരപ്പനും എല്ലാം ടീച്ചേഴ്സായിരുന്നു. ഞാൻ പറഞ്ഞ എൻ്റെ പേരപ്പനും പിന്നെ CF സാറും എല്ലാം ഒരേ സമയത്ത് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സ്കൂളിൽ ചേരുന്നത് 5ാം ക്ലാസ്സിൽ. അതായത് 4ാം ക്ലാസ് വരെ ഞങ്ങൾ വടക്കേക്കര സ്കൂളിൽ എൻ്റെ ഫാദർ പഠിപ്പിച്ചിരുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ വേണ്ടി എന്നെ കൊണ്ട് അവിടെ ചേർത്തു, 5ാം ക്ലാസ് മുതൽ. അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സെക്കൻഡ് ബാച്ചിലായിരുന്നു ഞാൻ. 1ാമത്തെ ബാച്ചിൽ എൻ്റെ പേരപ്പൻ്റെ മകനും പിന്നെ ബിജി ഇവരെല്ലാം കൂടെ 2ാമത്തെ ബാച്ച് വന്നപ്പോഴത്തേന് ഞങ്ങളെല്ലാം കൂടെ ഈ പിന്നെ OA ജെയിംസും പിന്നെ മൈക്കിളും എല്ലാം ഞങ്ങളെ 5 പേർക്ക് പിന്നെ 10 വരെ അവിടെ 68 ആണ് ഇംഗ്ലീഷ് അവിടുന്ന് സെൽഫി ക്ലാസ്. ഒരു KK തോമസ് നിങ്ങളുടെ പിന്നെ KK തോമസ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കേണലായിട്ട് അവന് പിന്നെ ഞങ്ങളുടെ കൂടെ KK തോമസ് ഞാൻ ഇങ്ങനെ അവിടെ ഈ സ്പീച്ച് കോമ്പറ്റീഷൻ, essay കോമ്പറ്റീഷൻ അവൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്നല്ലോ ആ സാറ്. എന്തോ അവൻ്റെ ഒരു പിന്നെ ഗജി സെബാസ്റ്റ്യൻ, അത് നല്ല വെളുത്തിട്ടുള്ള സെബാസ്റ്റ്യൻ സാറിൻ്റെ പെങ്ങളുടെ മകനായിരുന്നു. പിന്നെ KK തോമസ് പിന്നെ ഇവിടുന്നുള്ള ഫാത്തിമാവരും. ഫാത്തിമ എൻ്റെ CBA എൻ്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും CBA കേരളത്തിൽ ജോയിൻ ചെയ്തു. തോമസ് തോമസാണ് MSc കെമിസ്ട്രി ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് CBA. തോമസിനോട് റിട്ടയർ ചെയ്യിച്ചു, ഇപ്പം എറണാകുളത്ത്. ഞങ്ങൾ ഇല്ലല്ല, ഞാൻ പറഞ്ഞു. അതെ, ഞങ്ങളുടെ കൂടെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് തന്നെ നല്ല പ്രശസ്തരായ കാശുകാരുടെ മക്കളായിരുന്നു ഞങ്ങളുടെ ക്ലാസ് മുഴുവൻ. പിന്നെ നമ്മുടെ മാണിയുടെ പിന്നെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു തോംസൺ ജേക്കബ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി പിന്നെ അവരുടെ വീട്ടുപേര് പറഞ്ഞു. ഒരു പോത്തനും അവന് സോജൻ പോത്തനും പിന്നെ തോംസൺ ജേക്കബും രണ്ടും ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന. മാണിയുടെ മകളെയാണ് ഈ തോംസൺ ജേക്കബ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പിന്നെ ആ തോംസൺ ജേക്കബ് ഡോക്ടറാണ്, അവൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. പിന്നെ എന്താ ചങ്ങനാശ്ശേരിയിലെ മൂർത്തി അറിയാവോ? പിന്നെ മൂർത്തിയുടെ ഹോസ്പിറ്റലൊക്കെ അറിയാം, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഗ്രേസ് ഹോസ്പിറ്റൽ എന്നും പറഞ്ഞ് ഡോക്ടർ മൂർത്തി. ആ മൂർത്തിയുടെ മകന് പിന്നെ എസ് കെ മാത്യു എന്ന് പറയുന്ന അവൻ എൻ്റെ കൂടെ പഠിച്ചു, ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ബിലീവേഴ്സ് ചർച്ചിന്റെ ഹോസ്പിറ്റലിൽ അവൻ ഇപ്പോഴും ഡോക്ടറായിട്ട് സെർവ് ചെയ്യുന്നു. പുള്ളിയുടെ പെങ്ങളെയാണ് കുരുവിള കല്യാണം കഴിച്ചത്. കുരുവിള എന്ന് പറയുന്നത് എസ് കെയുടെ പെങ്ങളെയോ? പുള്ളി MSc കെമിസ്ട്രി സുവോളജിയാണ്. അന്ന് സത്യം പറഞ്ഞാൽ ചില പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളൊന്നും SBയിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ SB മാത്രമുള്ള ചില കോഴ്സുകളുണ്ടായിരുന്നല്ലേ? MCOM ഇല്ലായിരുന്നു, MCOM SBയിൽ ഇല്ലായിരുന്നു, NSSൽ ഉള്ളായിരുന്നു. ചില അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും. കെമിസ്ട്രി, ഫിസിക്സും മാത്സും ഒക്കെ ഭയങ്കര. MA ലിറ്ററേച്ചർ, എക്കണോമിക്സ്, മലയാളം ഇംഗ്ലീഷും. പിന്നെ MSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി. ഞാൻ പറഞ്ഞില്ലേ, അന്ന് കോളേജിൽ പഠിച്ചു എനിക്ക് വലിയ മാർക്കില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ MAക്ക് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ അമേരിക്ക വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പിന്നെ ചേർന്ന് ഇതെടുക്കാൻ വേണ്ടി, MA പഠിച്ചു വെച്ച PhD എടുക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ പ്ലാന്. അതിനിവിടെ വന്നു കഴിച്ച് ഞാൻ രജിസ്റ്റർ ചെയ്തതാണ്. അന്ന് പിന്നെ ഈ പറഞ്ഞ ഡോക്ടർ MM ബഷീർ സാറും കാരശ്ശേരി സാറില്ല, ഇവരെല്ലാം പിന്നെ അന്ന് പോലെ പരിചയമാണ്. ഞാനവിടെ കോളേജിൽ പേര് രജിസ്റ്റർ ചെയ്ത് പിന്നെ കറസ്പോണ്ടൻസ് കോഴ്സ് എടുക്കാനായിട്ടുള്ള പേപ്പർ. പക്ഷേ അന്ന് പാരലൽ കോളേജിലാണെങ്കിലും MA ഹിസ്റ്ററി ഒക്കെ MA ഇംഗ്ലീഷ് എടുത്തിരുന്നെങ്കിൽ യുഡ് ഹാവ് ബിക്കം. അന്ന് പഠിക്കാനൊന്നും സാമ്പത്തിക അല്ല ഇത് ഞാൻ ചെയ്യാൻ എല്ലാം ചെയ്തതാണ്. ഇപ്പോഴും പേപ്പർ കയ്യിലിരിപ്പുണ്ട്. കറസ്പോണ്ടൻസ് കോഴ്സിൻ്റെ ക്ലാസ് തുടങ്ങിയതാണ്. അന്നേരം വൈഫിൻ്റെ ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെ വീണിട്ട് തോളിനൊരു പ്രോബ്ലമായി, കോഴ്സ് മുടക്കി. അപ്പം നമ്മുടെ തലേ പറഞ്ഞിട്ടില്ലത്. നമുക്ക് ഇന്ന് നിർത്താം.